എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. പുതിയ പ്രഭാതം നമുക്ക് ദൈവം ദാനമായി നൽകി. ഇന്നത്തെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ. മത്തായി 23-ന്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ, കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുൻപേ അവയുടെ അകം വെടിപ്പാക്കുക. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എങ്ങനെയാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നത്? ദൈവരാജ്യ ബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തിൽ വിശുദ്ധമായ ജീവിതം എങ്ങനെ നയിക്കാം എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ധ്യാനത്തിൽ നമ്മൾ പങ്കുവച്ചത്. അതിൻ്റെ തുടർച്ച എന്നവണ്ണം ഈ വേദഭാഗം വളരെ പ്രസക്തമായി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ജീവിത വിശുദ്ധിയെ തെറ്റിദ്ധരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പരീശൻ്റെ ജീവിത വിശുദ്ധിയാണ്. കർത്താവ് വളരെയധികം ശാസിച്ച ഒരു ജീവിത മേഖലയാണിത്. മത്തായി 23-ാം അധ്യായത്തിൽ ആവർത്തിച്ച് കർത്താവ് അവരോട് പറയുന്നു, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെ, പരീശന്മാരെ എന്ന്. പുറമേ ഉള്ളതിന് അവർ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. എങ്ങനെ തങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ കാണപ്പെടുന്നു, പതാരം കൊടുക്കുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ അവർ പറയും, ഞങ്ങൾ ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, അങ്ങനെ കൊടുക്കുന്നു, പോകുന്നു, ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അവരുടെ ആത്മീയ ജീവിതം മുഴുവൻ അവർ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടാണ്. ക്രിസ്തീയ അനുഭവങ്ങൾ നല്ലതാണ്. എന്നാൽ ക്രിസ്തീയ അനുഭവങ്ങളെക്കാൾ ഉള്ളിലുള്ള യാഥാർത്ഥ്യങ്ങൾക്ക് തൂക്കമുണ്ട്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യമില്ലെങ്കിൽ കൊടുക്കുന്നതോ ചെയ്യുന്നതോ പോകുന്നതോ എന്ത് ചെയ്താലും ആ ഭക്തി അല്ലെങ്കിൽ വിശുദ്ധി പരീശഭക്തിയാണ്. അതുകൊണ്ട് കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, എന്നാൽ ആന്തരികമായി അതിക്രമവും കവർച്ചയും നിറഞ്ഞിരിക്കുന്നു. പരീശന്മാരെക്കുറിച്ച് പറയുന്നത് അവർ മനുഷ്യർ കാണേണ്ടതിന് അവരുടെ പ്രവൃത്തികളെ ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് ഒന്നാമത് നാം വിശുദ്ധ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്, ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് പരീശ ശുദ്ധിയല്ല, പരീശ നീതിയുമല്ല. കർത്താവ് പറയുന്നു, നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശം ആക്കുകയില്ല. രണ്ടാമത്തെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ജീവിത വിശുദ്ധിയുടെ ഭാഗം മറ്റുള്ളവരോട് തുലനം ചെയ്യുന്ന ജീവിത വിശുദ്ധിയാണ്. നമ്മുടെ ജീവിത വിശുദ്ധി എപ്പോഴും അളക്കുന്നത് മറ്റുള്ളവരോട് തുലനം ചെയ്താണ്. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് അല്ല തന്നിരിക്കുന്നത്. ജീവിത വിശുദ്ധി അളക്കുന്നത് മറ്റുള്ളവരോടുള്ള ബന്ധത്തിലല്ല, കർത്താവ് നൽകിയിരിക്കുന്ന അളവുകോലായ ദൈവവചനത്തോടുള്ള ബന്ധത്തിലാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുന്നതിൻ്റെ കാരണം മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നാം നമ്മുടെ ജീവിതത്തെ അളക്കുന്നത് കൊണ്ടാണ്. വളരെ അശുദ്ധനായും അതിക്രമക്കാരനായും ജീവിച്ച ഒരു മനുഷ്യൻ മരിച്ചു. അദ്ദേഹത്തിന് ഒരു സഹോദരനുമുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ആ ദേശത്തെ കുപ്രസിദ്ധരായ ആൾക്കാരായിരുന്നു. ഈ മനുഷ്യൻ്റെ ശവസംസ്കാരത്തിന് മുൻപ് അത് നടത്തുന്ന ശുശ്രൂഷകരോട് ഒരു കാര്യം ഓർക്കണം, ഇദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ മോശമായിരുന്നെങ്കിലും അവനെ നല്ലവനായി മാത്രമേ ചിത്രീകരിക്കാവൂ, അല്ലെങ്കിൽ
എന്ന് പറഞ്ഞിട്ട് ആ മറ്റേ സഹോദരൻ പോയി. അപ്പോൾ ആ പാസ്റ്റർ പേടിച്ചു. എന്താണ് പറയേണ്ടതെന്ന് അദ്ദേഹം ചിന്തിച്ചു. മോശപ്പെട്ട ജീവിതശൈലി ഉണ്ടായിരുന്ന മനുഷ്യൻ നല്ലവനാണെന്ന് പറയാനും പ്രയാസം. ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഈ മനുഷ്യനെ പോലെ ദോഷിയും പാപിയും ദുഷ്ടനുമായ ഒരു മനുഷ്യൻ ഇല്ലായിരുന്നു. അവൻ്റെ ജീവിതം മുഴുവൻ അകൃത്യത്തിൽ ജീവിച്ചു. എങ്കിലും അവൻ്റെ സഹോദരനോട് തുലനം ചെയ്ത് നോക്കിയാൽ ഈ മനുഷ്യൻ വിശുദ്ധനാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണ്. കാരണം അടുത്ത വീട്ടിലെ ആളിനേക്കാൾ, കൂടെ ജോലി ചെയ്യുന്ന ആളിനേക്കാളൊക്കെ ഞാൻ എത്ര നല്ലവനാണ്. ജീവിത വിശുദ്ധിയിൽ നമ്മൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണം പരീശ ശുദ്ധിയിലേക്കും നീതിയിലേക്കും നാം കടക്കുന്നത് കൊണ്ടാണ്. രണ്ടാമത്തേതാണ് പറഞ്ഞത്, മറ്റുള്ളവരോട് തുലനം ചെയ്ത് നമ്മുടെ ജീവിത വിശുദ്ധി വളർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിൽ വിശുദ്ധി എന്ന വാക്കും പൂർണ്ണത എന്ന വാക്കും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ ഇതിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം ടു സെറ്റ് അപ്പാർട്ട് എന്നാണ്. ഹഗിയോസ് എന്ന വാക്ക് അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു വേർപെട്ട ജീവിതം എന്നാണ്. അപ്പോൾ എന്താണ് ജീവിത വിശുദ്ധി? അത് പൂർണ്ണമാകുക എന്നതാണ്. അതുകൊണ്ടാണ് കർത്താവ് കുളക്കരയിൽ കിടന്ന മനുഷ്യനോട്, മകനെ, നിനക്ക് പൂർണ്ണനാകുവാൻ, നിന്റെ അപൂർണത മാറുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്റെ ഈ വൈകല്യങ്ങളൊക്കെ മാറി ഒരു മനുഷ്യൻ്റെ പൂർണ്ണതയിലേക്ക് വരുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. സ്വർണത്തിനകത്തെ കീടം മാറുമ്പോൾ അത് സ്വർണമാകുന്നത് പോലെ, ശുദ്ധിയുള്ളതായി തീരുന്നത് പോലെ, പതിരെ മാറ്റിക്കളയുമ്പോൾ ധാന്യം നല്ലതാകുന്നത് പോലെ, ജീവിതത്തിലുള്ള അപാകതകളെ ഒക്കെ മാറി പൂർണ്ണതയിലേക്ക് വരുന്നതാണ് ജീവിത വിശുദ്ധി. മറ്റ് കാര്യങ്ങളോടൊക്കെ തുലനം ചെയ്ത് ജീവിത വിശുദ്ധി അളക്കുകയല്ല, ദൈവത്തോടും ദൈവിക പ്രമാണത്തോടുമുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണ അനുഭവത്തിലേക്ക് നടത്തുകയാണ്. ദാവീദിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 പ്രാവശ്യം ജീവിതത്തിൽ വൈകല്യമുണ്ടായിട്ടുണ്ടെങ്കിലും തൻ്റെ ജീവിതത്തെക്കുറിച്ച് പൊതുവായി പറഞ്ഞിട്ടുള്ള ഒരു വാക്യമുണ്ട്. 78-ാം സങ്കീർത്തനം. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടും ഏകാഗ്രതയോടും അവൻ അവരെ മേയിച്ചു. ദാവീദിൻ്റെ പല പ്രാർത്ഥനയും ശ്രദ്ധിക്കുമ്പോൾ 7-ാം സങ്കീർത്തനത്തിൽ എൻ്റെ പരമാർത്ഥതയ്ക്ക് തക്ക വിധം, 25-ാം സങ്കീർത്തനത്തിൽ നിഷ്കളങ്കത, 73-ൽ നിർമ്മലത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് ഇക്കാര്യങ്ങളിലുള്ള പൂർണ്ണതയിലേക്ക് വരുന്ന ഒരു അനുഭവമാണ്. ചിത്രീകരണമല്ല. പലപ്പോഴും മറ്റുള്ളവരുടെ മുൻപാകെ മറ്റുള്ളവർ കാണുന്ന കാര്യങ്ങൾ ഒന്ന് മോടി പിടിപ്പിച്ച് അതാണ് വിശുദ്ധി എന്ന് കരുതി തെറ്റിദ്ധരിപ്പിച്ചും ജീവിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ജീവിതം കർത്താവിനോടുള്ള ബന്ധത്തിൽ ആയിരിക്കണം. മറ്റുള്ളവരുടെ മുൻപാകെ ഒരു വാഴ്ത്തപ്പെടൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, നല്ലയാളെന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. എന്നാൽ നമ്മെക്കുറിച്ച് കർത്താവ് എന്ത് പറയും, എന്ത് സാക്ഷ്യം നൽകും? അത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ഇന്നത്തെ പകൽക്കാലം ജീവിത വിശുദ്ധി എന്ത് എന്നതിനേക്കാൾ ഉപരി എന്തല്ല എന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ പൂർണ്ണതയിലേക്ക് വളരാൻ ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ മുൻപാകെ എങ്ങനെയുള്ളതായിരിക്കണമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം എന്ന് അവരോട് പറയുന്നത് പോലെയുള്ള കൈപ്പേറിയ വാക്കുകൾ
ഞങ്ങൾക്ക് കേൾക്കാതിരിക്കാനുള്ള കൃപ നൽകണമേ. അതുകൊണ്ട് ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങളുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ മുൻപാകെയും ദൈവവചനത്തിൻ്റെ മുൻപാകെയും വളരെ സുതാര്യമായും ശുദ്ധിയോടും ജീവിപ്പാൻ ഇടയാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതിയ അഡ്മിഷന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായി അലയുകയും ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുതലും കൃപയും എല്ലാവരോടും കൂടെ ഇരിക്കണമേ. മറ്റ് ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലുമായിരിക്കുന്നവരെ ഈ പ്രഭാതത്തിൽ അടിയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. നന്ദിയോടെ സ്തോത്രം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ നന്മയുടെ പുതിയ അനുഭവങ്ങളെ ഈ പുതുവർഷം എല്ലാവർക്കും നൽകണമേ. പിന്നിട്ട ജീവിതത്തിൻ്റെ വഴിത്താരകളെ ദൈവം തമ്പുരാൻ ക്രമീകരിച്ചതോർത്ത് നന്ദിയോടെ സ്തുതിച്ച് ജീവിപ്പാൻ സഹായിക്കണം. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീയ സമാധാനവും അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.